എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ന്യൂസ് വെച്ച് നോക്കിയപ്പോഴത്തേനും അതിനകത്ത് ഭയങ്കര ട്രെൻഡിങ് ഒരു വാർത്ത ഓടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോർജ് കുട്ടിയുടെ മോളായിട്ടുള്ള അൻസിബാസൻ അൻസിബ എന്നെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി, ഈ പുള്ളിക്കാരൻ ഫുൾ ടൈം വയറില്ല, ഒരു ഇൻ്റർവെല്ലിൽ വെച്ച് ഓരോ വിഷയങ്ങളുണ്ടാക്കി ഏറിപ്പോകുന്നൊരു വ്യക്തിയാണ് ടിനി ടോം. മറ്റ് നടന്മാരുടെ ശബ്ദം സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കുന്ന ടിനി ടോം. ഈ ടിനി ടോം അൻസിബയെ കുറിച്ചിട്ട് അവിഹിത കഥകൾ പറഞ്ഞുണ്ടാക്കി. ഇതാണ് അൻസിബയുടെ പരാതി. ഈ പരാതിയെ തുടർന്ന് അൻസിബ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലുകളെല്ലാം വരികയും ടിനി ടോം അൻസിബയെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ മീൻസ് ഇങ്ങനെ ശല്യം ചെയ്തു, അവരുടെ മാനസിക സമ്മർദ്ദത്തെ കൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ടിനി ടോം ഇതിനെ വന്നിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല, എനിക്കങ്ങനെ ഒരു സംഭവം അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞു. ഇതാണ് ബേസിക് സംഭവം. ഈ സംഭവം തുടങ്ങാനുള്ള കാരണം അമ്മ കുടുംബ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ സംഘടന ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി മാസത്തിൽ. ആ സമയം അവിടേക്കൊരു സ്പോൺസർഷിപ്പ് വേണം, ടൈറ്റിൽ സ്പോൺസർ വേണം. ടൈറ്റിൽ സ്പോൺസറിന് വേണ്ടി ഒരു പ്രത്യേക മതത്തിലുള്ള ആളെ സമീപിച്ചപ്പോൾ അൻസിബ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇതൊരു മതത്തിൻ്റെ പരിപാടിയല്ല, അപ്പോൾ ഇപ്പോൾ ഒരു മതക്കാർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ വരുമ്പോഴത്തേന് എന്നാൽ പിന്നെ നമ്മുടെ മതക്കാർ വേണം, അങ്ങനെ ഒരു മതനിരപേക്ഷതയല്ലേ നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് അൻസിബ പറഞ്ഞു. അതിൽ പിന്നെ അൻസിബയെ ഇവർ മത തീവ്രവാദിയാക്കി മാറ്റി, അതുപോലെ തന്നെ അൻസിബയെക്കുറിച്ച് അവിഹിത കഥകൾ പറഞ്ഞു വരുത്തി എന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള സാധനമാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള കഥാപാത്രങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അത് നിങ്ങൾക്ക് ഈ അമ്മ സംഘടനയെക്കുറിച്ച് അറിയാമല്ലോ. ഈ സംഘടന ഭയങ്കര പ്രശ്ന സംഭവമായിട്ടൊരു സംഘടനയായിരുന്നു. കുറേ നാളുകൾ ഈ സംഘടന ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴത്തേനും ഇടവേള ബാബു ഇതിൻ്റെ തലപ്പത്ത് ഒഴിയുന്നില്ലെന്നൊക്കെ പ്രശ്നമായി. അങ്ങനെ ഇടവേള ബാബു പോയി, ലാലേട്ടൻ വന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഈ സിനിമ സംഘടനയ്ക്കകത്ത് നടക്കുന്ന മൊത്തം കുൽസിതം, ഇതിനകത്തുള്ള അംഗങ്ങളെല്ലാം ഇല്ല പരിപാടിക്ക് വേണ്ടി സംഘടന നടത്തുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് വന്നത്. അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെയാണ് ലാലേട്ടനെ പോലുള്ളവരൊക്കെ മാറിയിട്ട് സ്ത്രീ ആയിട്ടുള്ള ശ്വേതാ മേനോൻ വരുന്നത്. സ്ത്രീ എന്തിനാണ് വരുന്നത്? സ്ത്രീ ഉള്ളപ്പോൾ അത് സുരക്ഷിതമായിട്ടിരിക്കും. ഇതിനാണ് ശ്വേതാ മേനോൻ ഇതിനകത്തോട്ട് വരുന്നത്. ആ സമയത്താണ് ഇലക്ഷനിൽ നിന്ന് ജയിച്ച് അൻസിബ വരുന്നത്, മറ്റ് പല അംഗങ്ങളും വരുന്നത്. കാര്യം മനസ്സിലായല്ലോ? വാർത്ത കേൾക്കാം. ഇല്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നത് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ കമ്മിറ്റിയിൽ കയറിയിട്ട്. അപ്പോൾ നമ്മളൊരു കമ്മിറ്റി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഒരു അഭിപ്രായം ആവണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ അവിഹിതം ഉണ്ടാവാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, മറ്റു പലരോടും പറഞ്ഞിട്ട് മറ്റു പലരും എന്നോട് വന്ന് പറയുന്നു. അതാണ് അൻസിബയുടെ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊന്നും നേരെ അൻസിബയോട് പറഞ്ഞതല്ല, ഇത് മറ്റാരോടോ ടിനി ടോം പറഞ്ഞു, ആ മറ്റാരോ വന്നിട്ട് അൻസിബയോട് പറഞ്ഞു, അൻസിബ നേരെ വിളിച്ച് വാർത്തയെ പറഞ്ഞു. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. അൻസിബയ്ക്ക് നേരിട്ടറിയത്തില്ല ഈ സാധനം പറഞ്ഞു എന്ന് നടുക്ക് നിൽക്കുന്ന നീന കുറുപ്പ് എന്ന് പറഞ്ഞ ആക്ട്രസ്, നിങ്ങൾക്കറിയായിരിക്കും, അവരും ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന അവരാണ് ഈ സാധനം. ബിഗ് ബോസിനാണോ കേരള ഹൗസിനകത്താണോ അറിയത്തില്ല, എവിടെ ഉണ്ടായിരുന്നവർ, ഇവരാണ് ഈ സാധനം അൻസിബയോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേനും അൻസിബ ഫെബ്രുവരി മാസം അവരുടെ സ്ഥാനം പദവി ഒഴിയുന്നൊരു വാർത്ത നിങ്ങളെല്ലാം കണ്ടായിരുന്നു. അത് ജോലി തിരക്കുണ്ടെന്നാണ് നമ്മളെല്ലാം കണ്ടത്. ഈ ദൃശ്യമില്ലെങ്കിൽ അവർക്ക് എന്ത് ജോലി എന്ന് എനിക്കറിയത്തില്ല. അയാൾ ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ സ്ഥാനം റിസൈൻ ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെല്ലാം അൻസിബ ഈ വിഷയം അറിയിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷേ അവരാരും അതിന് പ്രത്യേകിച്ച് നടപടിയൊന്നും കൈക്കൊണ്ടില്ല. അപ്പോൾ കരിയർ പോകുമോ എന്നുള്ള പേടിയിലാണ് അൻസിബ മിണ്ടാതിരുന്നതെന്ന് പറയുന്നു. ദൃശ്യം 3 ഇറങ്ങിയല്ലോ, പിന്നെ ഇപ്പോൾ കരിയറിനെ കുറിച്ച് പേടിക്കണ്ട, അതുകൊണ്ടായിരിക്കും കൊണ്ട് കേസ് കൊടുത്തത്. ഞാനത് സഹിച്ചു. കാരണം ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണത്. ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ചീത്ത രീതിയിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിട്ടു, കോട്ടയം വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സമാധാനമായി. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിലിരിക്കുക? അറപ്പൊന്നുമില്ലേ? ഈ ടിനി ടോം ഇങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉന്നയിച്ചുവോ? പറഞ്ഞു. നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു. അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീന കുറുപ്പ് ചേച്ചിയാണ്, ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ. നീന കുറുപ്പ് ചേച്ചി പെടും. ഓക്കെ, നമുക്കിതിനകത്ത് ഇവരുടെ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് അൻസിബാസിനെ നമ്മൾ കണ്ടതാണ്. ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അതിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ് അൻസിബ. ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ഓടിപ്പോയി കട്ടിലിരുന്നു, കുറച്ച് നേരം ആലോചിക്കുന്നു, തിരിച്ചു വന്ന് പ്രതികരിക്കുന്നു. അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അൻസിബ ഇതിനകത്തും ചെയ്തത്. അവർക്കെതിരെ പ്രശ്നങ്ങളായിരുന്നു, അവർ റിസൈൻ ചെയ്ത് പോകുന്നു, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, തിരിച്ച് പ്രതികരിക്കുന്നു. അൻസിബ ഒരു മോശം സ്ത്രീയാണെന്ന് അവരുടെ ബിഗ് ബോസിൽ, മീൻസ് അവിടെ ആണല്ലോ ഇവരെ നമ്മൾ 24/7 കണ്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ വെച്ചൊന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇനി സംശയിക്കേണ്ടത് നീന കുറുപ്പിനെയാണ്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ സമയത്ത്
ബിഗ് ബോസോ കേരള ഹൗസോ ഏതിനകത്തുണ്ടായിരുന്നു ഇവരെ ഞാൻ കണ്ടതാ. ആ സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു എക്സ്പ്ലനേഷൻ വരേണ്ടത് നീന കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. ബാക്കിയൊക്കെ എന്നിട്ട് പറയാം. ആയിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അൻസിബയോട് പറഞ്ഞു ടിനി ടോം ഇങ്ങനെ പലരോടും സംസാരിക്കുന്നുണ്ട് എന്ന്. അതെ, നീന കുറുപ്പ് ചേച്ചി ഒഫീഷ്യലി അമ്മയിലേക്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതിയും അയച്ചിട്ടുണ്ട്. ടിനി ടോമിനോട് ഓക്കെ, ഒഫീഷ്യലി പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി അയച്ചിട്ടുണ്ട്. സെക്രട്ടറി ഞാൻ നോക്കിയപ്പോഴത്തേനും കുറേ ആളുകളെ കാണാൻ സാധിച്ചു. അതിനകത്ത് ഏതോ വായിക്കൊള്ളാത്തൊരു പേര് കുക്കോ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളെയാണ് സെക്രട്ടറി ആയിട്ട് കണ്ടത്. പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വേതയാണ്. ശ്വേത പ്രസിഡന്റായിട്ട് വരാനുള്ള കാരണം പുരുഷന്മാർ ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴത്തേനും ഇതിനകത്ത് സ്ത്രീകളെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുരുഷ കേസരികളൊക്കെ ഇതിൻ്റെ തലപ്പത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് സ്ത്രീകളെ വെച്ചത്. ഫസ്റ്റായിട്ടുണ്ട്, അതിനേലും കിടിലം. ഒരു പരാതി ഇങ്ങനെ ഇവർ അയച്ചു എന്ന് പറയുന്നു, സ്വാഭാവികമായിട്ട് മറ്റവരൊന്നും അയച്ചില്ലെന്നേ പറയത്തുള്ളൂ. അങ്ങനെ അയച്ചു എന്ന് പറയുമ്പോഴത്തേനും അതിനെതിരെ അന്വേഷിക്കാനോ അതിന് ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒന്നും ശ്വേത ഇതായില്ല. അൻസിബ റിസൈൻ ചെയ്ത് പോന്നു. ബൈ ദ വൈ പോകോ എന്ന് പറഞ്ഞങ്ങ് വിട്ടു എന്നാണ് തോന്നുന്നത്. പോയിട്ടില്ല, എങ്ങനെ ചോദിക്കാൻ തോന്നും ഒരാൾക്ക്? നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീന കുറുപ്പേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. എനിക്കിതിനകത്ത് അൻസിബയുടെ ഒരു തെറ്റായിട്ട് തോന്നുന്നത്, അൻസിബ ടിനി ടോമിനോട് നേരിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ടിനി ടോം അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികം. ഈ നീന കുറുപ്പ് പറഞ്ഞത് കേട്ടു എന്ന പാതി ഈ സാധനത്തിലേക്ക് എടുത്ത് ചാടിയത് അൻസിബയുടെ തെറ്റാണ്. സോ അൻസിബയ്ക്കാണ് ഇത് പക്ക ക്ലാരിറ്റി ഇല്ലാത്തത്. ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, ഒരുപാട് ഈ അസോസിയേഷന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ഇതൊരു റീസ്ട്രക്ചർ ചെയ്തൊരു സംഘടനയാണ് അമ്മ സംഘടന. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പ്രശ്നം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയ സമയത്ത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുൽസിത പരിപാടികളാണെന്നും പറഞ്ഞിട്ടാണ് ഈ റീസ്ട്രക്ചറിങ് നടക്കുന്നത്. സോ ഈ വിഷയം പ്രോപ്പറായിട്ട് അവിടെ എത്തിക്കുകയും ആ ആൾക്കാർക്കിടയിൽ ശ്രദ്ധപ്പെടുത്താതിരിക്കുകയൊക്കെ ചെയ്തത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് അൻസിബയുടെ തെറ്റില്ല, അതിനകത്തുള്ള എല്ലാവരുടെയും തെറ്റാ. ഭയങ്കര വിഷമമുണ്ട്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളതുകൊണ്ട് മാത്രം ഇത് മറ്റേ മുസ്ലിംസ് എല്ലാം തീവ്രവാദികളാണെന്ന് ചോദിക്കുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അടുത്തൊരു അലിഗേഷൻ, അൻസിബ ഈ ടിനി ടോമിൻ്റെ ഡ്രൈവറെ മുസ്ലിമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കണം. നേരത്തെ ഇങ്ങനെ ഏത് മതമായിരുന്നു, ഇപ്പോൾ അതെങ്ങനെ മാറിയെന്നൊക്കെ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് അൻസി പറയുന്ന ബാക്കി കുറച്ച് സാധനങ്ങളൂടെ കേൾക്കാം. കേട്ടത് എനിക്ക് ജോലി തിരക്കുകൾ കാരണം ഞാൻ പോവാണെന്ന്. കാരണം എനിക്ക് ഇനി അവിടെ നിന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മെന്റൽ ഹെൽത്ത് നശിച്ചു പോകുന്നു പേടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് സെക്രട്ടറി, അപ്പോൾ പ്രസിഡന്റ് അത്ഭുതപ്പെടുന്ന ഒരു ഇമോജി എനിക്ക് അയച്ചു, എന്തിനാണ് രാജിവെച്ചതെന്ന്. വേറെ ഒന്നും ചോദിച്ചില്ല. സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് രാജിവെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് എന്നതാണ് വിഷയം, എന്നെ മതതീവ്രവാദിയാക്കി അവസാനം ജിഹാദി എന്ന് പറഞ്ഞു എന്നെ പറ്റി. ഈ പീഡന കേസ് ഈ അവിഹിത കേസ് പറഞ്ഞെന്നറിയില്ല. അപ്പോൾ ഓൾറെഡി അൻസിബ റിസൈൻ ചെയ്തത് അവരുടെ തിരക്കുകൾ മൂലമല്ല, മറിച്ച് അവരുടെ ഇന്ന പ്രശ്നങ്ങൾ മൂലമാണ്. ഏതാ ടിനി ടോമിൻ്റെ സൈഡിൽ നിന്നും മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടെന്ന് ദവർ പറഞ്ഞു. അതിനെ ചൊല്ലിയിട്ടാണ് അൻസിബ റിസൈൻ ചെയ്ത് പോയത്. അതും കൂടെ കേട്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല ചേച്ചി, എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ സെക്രട്ടറി എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു എന്നാ പിന്നെ അൻസിബ ഇതും കൂടി നോട്ട് ഇട്ടേക്കും, ഇത് കാരണമാണ് രാജിവെക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ചേച്ചി, അവിടെ നിന്ന് കിട്ടിയ ട്രോമ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പോഴേ. ഇനി ഇതിന്റെ മേലെ ഞാൻ ഇതും പറഞ്ഞിട്ട് പ്രതികാരം ചെയ്യാൻ വീണ്ടും നടക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന് പോലും ടിനി ടോം അതിന് മുമ്പോട്ട് അൻസിബ നീങ്ങിയതുമില്ല. ബാക്കിയാക്കാം. അതായത് അമ്മയുടെ അമ്മ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടക്കം അവിടെ. അപ്പോൾ അമ്മ കുടുംബ സംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പിന്റെ കാര്യം വന്നിട്ട് കമ്മിറ്റി കൂടി ആ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ഓരോ സ്പോൺസർഷിപ്പിനെ പറ്റിയും പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ധാർമ്മികതയുടെ പേരിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മതസ്ഥാപനങ്ങളും ഇന്നേ വരെ അമ്മയുടെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ പാടില്ല. അതെന്റെ ധാർമ്മികതയുടെ പേരിൽ ഞാൻ പറഞ്ഞതാണ്. ഇന്നൊരു മതസ്ഥാപനം കയറിയ അടുത്ത കമ്മിറ്റി വരുമ്പോൾ അടുത്ത മതസ്ഥാപനം കയറും, അങ്ങനെ ഉണ്ടാവരുത്. ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്ന എന്നിട്ട് ആ മതസ്ഥാപനം തന്നെ അത് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടപ്പോഴത്തേനും IG ഒക്കെ ആയിരുന്നു അവരുടെ പ്രൈം സ്പോൺസറായിട്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ നമ്മൾ കണ്ടത്. പ്രോഗ്രാമിൻ്റെ പേര് അമ്മ കുടുംബ സംഗമം 2025 എന്നായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ഇനി ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ടിനി ടോം രംഗത്ത് വന്നു. ടിനി ടോം രംഗത്ത് വന്നപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളീ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ അവളെ ഏറ്റവും മോളെ പോലെയാണ് കണ്ടത്, അങ്ങനെയൊന്നുമല്ല, അത് ഇതിനകത്ത് തീർക്കണമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതും കൂടെ കേട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ടിനി ടോമും പ്രിയങ്കയും കൂടെ വന്നിട്ടാണ് സംസാരിക്കുന്നത്. പ്രിയങ്ക നിങ്ങൾക്കറിയാമല്ലോ, പുരുഷന്മാരെ അതിഭീകരമായി സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് പ്രിയങ്ക. അപ്പോൾ പ്രിയങ്കയുടെ സപ്പോർട്ടിങ്ങിൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് കേൾക്കാം.
ത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ടിനി. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത് തന്നെ. അങ്ങനെ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്ത് ധ്വനി വെച്ചൊരു സംസാരം. അപ്പോൾ ഇനി വേറെ എന്തൊക്കെയോ ഇതിനകത്ത് നടക്കാനുണ്ട്. എന്താ ശരിക്കും ഈ അമ്മ എന്ന് പറയുന്ന സംഘടനകളിൽ നടക്കുന്നത്? ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട്, നടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുൽസിത കേസ് വരുമ്പോഴത്തേനും അത് ഡയറക്റ്റായിട്ട് കൈ ചൂണ്ടുന്നത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയാണ്. ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്സ് നടക്കുന്ന ഒരു സംഘടനയാണിത്. ഈ പൊളിറ്റിക്സ് കാരണം പല ആൾക്കാർക്കും അവസരം കിട്ടണമെങ്കിൽ പോലും അവർ പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കണം, പല തരത്തിലും അവരുടെ അഭിമാനത്തെ പണയം വെക്കണം. ഈ ഒരു സാധനങ്ങളൊക്കെയാണ് കാലാകാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്താനായിട്ടാണ് സ്ത്രീകൾ ഇതിൻ്റെ ഉന്നത പദവിയിലേക്ക് എത്തിച്ചത്. എന്നിട്ടും യാതൊരു മാറ്റവുമില്ല. അങ്ങനെ എത്തിച്ചപ്പോൾ പോലും അതിനകത്ത് ഭരിക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഡെമ്മിയായിട്ട് കുറേ ആളുകളെ ഇരുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അൻസിബ റിസൈൻ ചെയ്ത് പോയപ്പോൾ ഇത് ഈ ഇന്ന കാരണം കൊണ്ടാണെന്ന് അൻസിബ അറിയിച്ചു എന്ന് പറയുന്നു. ടിനിട്ടും ഇതിനൊന്നും എതിർക്കുന്നില്ല. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ആരോ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതിലൊരു എൻക്വയറി നിങ്ങൾ ഇട്ടില്ല? ആ സംഘടനയ്ക്കകത്ത്, ഈ സംഘടന എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തലയൊന്നുമില്ല, അതിനകത്ത് നിന്നില്ലെങ്കിൽ ആൾ പുറത്തേക്ക് ഇറങ്ങും. അവർ ആ സംഘടനയ്ക്കകത്ത് തന്നെ ആ ചട്ടക്കൂടി തന്നെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബാക്കിയേക്കാം. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെ കുറിച്ച്, ടിനി എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു സഹപ്രവർത്തകനാണ്, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും. അത് പോയിന്റ്. അൻസിബെ ചീത്ത വിളിച്ചു, അങ്ങനത്തെ എന്തൊക്കെ കേസ് പറയുന്നുണ്ട്. അത് ടിനി ടോമും പറയുന്നുണ്ട്. പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും. സോ ആ സാധനത്തിനെ ഇവർ തള്ളിക്കളയുന്നില്ല. ഇപ്പം ഇവരും പറയുന്നത്, പ്രിയങ്കയും പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം എന്നൊരു സാധനം ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബി അല്ല ആരായാലും അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാർ, തലമൂത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അപ്പം ചീത്ത ആൾക്കാരും അതിനകത്തുണ്ടെന്ന് നമുക്കറിയാം. ഈ തലമൂത്ത നല്ല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് അതിനൊരു റെസ്പോൺസ് ഉണ്ടാവാത്തത് കൊണ്ടാണ് അൻസിബ് പുറത്തേക്ക് വന്നത്. അതിലേക്ക് നമുക്ക് എത്തുമ്പോൾ അത് പറയാം. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം വാർത്ത അമ്മയെ മോശം ആയിട്ട് ഇതാക്കുന്നത്. ഈ സംഘടനയെക്കുറിച്ചിട്ട് എന്താണ് മോശമായിട്ട് പുറത്തേക്ക് വരാനുള്ളത്? അമ്മ എന്നുള്ള പവിത്രമായിട്ട് പേരിട്ടിട്ട് അതിനകത്ത് ചെയ്യുന്ന മൊത്തം തോന്നിവാസങ്ങളാണ്. ആ സംഘടനയെക്കുറിച്ചിട്ട് എപ്പോഴൊക്കെ വാർത്തകളിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ കൂടെ എല്ലാം ഈ പറയുന്ന സ്ത്രീ വിഷയം ഇമാതിരി കാര്യങ്ങളും കയറി വരുന്നുണ്ട്. ഇതിനകത്ത് എവിടെ അമ്മ, ഈ സംഘടനയ്ക്ക് എന്ത് മൂല്യമാണ് നിങ്ങളുള്ളത്? ചെയ്ത ഒന്ന് രണ്ട് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്തവർക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നു, നല്ലതല്ലാതെ അതിനകത്ത് വന്ന താരങ്ങൾക്ക് തന്നെ അവസരം നഷ്ടപ്പെടുത്തുന്നു, പുതിയ ആൾക്കാർക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നു. ഇതുപോലത്തെ എന്തൊക്കെ അലിഗേഷനാണ് ഈ സംഘടനകളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുകേഷ് എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുത്തത്? ആ ഒരു നടിയെ എന്ത് ആക്ഷൻ എടുത്തത്? അതേസമയം ദിലീപ് എന്ന് പറയുന്നൊരു കടക്ക് പുറത്ത് എന്തൊരു പരിപാടി ഇത്? അപ്പം നിങ്ങൾ ഓൾറെഡി ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സംഘടനയാണിത്. അപ്പോൾ ഇതിനകത്ത് ഇവരോട് പറയുന്നുണ്ട്, അൻസിബ് ഓൾറെഡി ഇത് അറിയിച്ചിട്ടുണ്ടല്ലോ, ഉന്നത ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടല്ലോ. അന്നേരം പറയുന്ന മറുപടിയേക്കാം. തീർക്കണം. എന്തെങ്കിലും സംസാരിക്കണം, ഇവിടെ പറയണം. എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട് ആൾക്കാരെ, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കൂത്തിയായിട്ട് ഇരുത്തിയേക്കണമല്ല, ഒരു പ്രസിഡന്റാണ്. ശ്വേതയോട് സംസാരിക്കണം, സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണോ നിങ്ങളെ ഒരു നടപടി? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ശ്വേതയോട് പറഞ്ഞിട്ടാണെങ്കിൽ ശ്വേതയല്ലല്ലോ, മമ്മൂട്ടി മോഹൻലാലും അതിനകത്തിരിപ്പില്ലേ? മമ്മൂട്ടി മോഹൻലാലും അതിനകത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ശ്വേതയാണെങ്കിൽ അതിനകത്ത് ഇടപെടേണ്ടത് ശ്വേതയാണ്. അതിനുള്ള കെൽപ്പില്ലെങ്കിൽ അവരവിടെ ഇരുത്തല്ലോ. എന്നാൽ പിന്നെ തലമൂത്ത ആളുകളെ തന്നെ പിടിച്ച് ഇതിൻ്റെ തലപ്പത്തിരുത്തിയാൽ പോരെ. എന്തിനു ശ്വേതയെ പോലുള്ള ആളുകളെ ഇരുത്തുന്നത്? അപ്പോൾ ശ്വേതയ്ക്ക് കഴിവില്ലെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതിനകത്ത് തലമൂത്ത ആളുകളാണ് വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഇതിപ്പോൾ തിരിച്ച് ഓൾറെഡി അറിയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബബ്ബെ അടിക്കുക കിടന്ന്. വേറെ ആൾക്കാരില്ലേ ശ്വേതാമേനോൻ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലും വേറെ ആൾക്കാരില്ലേ ശ്വേതാമേനോൻ? അങ്ങനെ പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ. അങ്ങനെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ശ്വേത എന്തിനാണ് പ്രസിഡന്റ് എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്? പിന്നെ ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളെ വിളിച്ചു വരുത്തട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശ്വേതയുടെ കഴിവില്ലായ്മയെ തന്നെ ചൂണ്ടുന്നത്.
നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ഒരു കമ്മിറ്റി മീറ്റിംഗ് നടന്നിട്ടില്ല, അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല, ഒരു എൻക്വയറി പോയിട്ടില്ല, നിങ്ങളെപ്പോലുള്ളവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ശ്വേതയുടെ കഴിവുകേടായിട്ട് അതിനെ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അത് മൂടി മറച്ചെന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് ചിന്തിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അംഗങ്ങളല്ലേ മാത്രമല്ല കുക്കു പരമേശ്വരനോടും ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന ഈ കുക്കു പരമേശ്വറാണ് നമ്മുടെ സെക്രട്ടറി, ഈ സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നത്, ശ്വേതയാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അവരെയും അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രണ്ടുപേരെ അറിയിച്ചു, വാട്സാപ്പിൽ സന്ദേശം നൽകി, മെയിലിനകത്ത് റെസിഗ്നേഷൻ അറിയിച്ചു, പിന്നെ കൂടുതൽ ഈ വള്ളിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം, കേൾക്കട്ടെ. ഞങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിയേണ്ടത് നിങ്ങൾ പറയുമ്പോൾ ശരി, അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. മനസ്സാവായ കർണാടക ഞാനൊന്നും അത് അവരുടെ വിഷയമല്ലല്ലോ, അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് നടക്കുന്ന ഒരു സാധനം ഇത്രയും സീരിയസ് ആയിട്ടൊരു ഒഫൻസ് നടന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റാണ്. ഇപ്പോൾ ടിനി ടോം കൂടെ നിൽക്കുന്ന ആൾ ഇയാൾ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം പറയുന്ന അർത്ഥം എന്തുണ്ട്? എന്നാ അപ്പോൾ എല്ലാ വ്യക്തികളും ഇവിടെ ലവനും ലിവനും അവിഹിതമാണ്, ലവനും പ്രേമമാണ്, ലിവനും ഒളിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ടിനി ടോമിനെതിരെ മാത്രം ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ടിനി ടോം പറഞ്ഞു എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ടിനി ടോമിന് എതിരെ മാത്രം എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഇപ്പോൾ ഇതേ പരിപാടിയാണ് ചെയ്യുന്നതെന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നേ? കൊള്ളാം. ഇവരുടെ പേരെന്താ പറയാത്തത്? ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ത് വാർത്തയിൽ പറയാത്തത്? ഞങ്ങൾ കണ്ടില്ലല്ലോ ഒരു വാർത്തയിലും പറയണത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ടിനി അപ്പോൾ വാർത്തയും കണ്ടിട്ടില്ല. സംഘടനയ്ക്കകത്ത് നടക്കുന്നത് പറഞ്ഞുകൂടാ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്തയെക്കുറിച്ച് പറഞ്ഞുകൂടാ, പിന്നെ എന്താണ് അറിയാവുന്നത്? നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്ന വിഷയം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് മാത്രമല്ലേ നമ്മൾ സംസാരിക്കൂ. നല്ലതാണ്. ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അൻസിബയ്ക്ക് ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ അൻസിബ അത് പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ പോകണമായിരുന്നു. ഏതാ വാർത്താ ചാനലല്ല, അവരുടെ ഇൻറ്റേർണൽ സംഘടനകളിൽ തന്നെ അത് അറിയിക്കണമായിരുന്നു. ഇത് പുറത്തേക്ക് വലിച്ചിടുമ്പോഴത്തേനും നിയമപരമായിട്ടുള്ള സഹായം നേടണം, അല്ലാതെ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേനും ഇത് മറ്റേ പ്രശ്നമായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ എനിക്ക് അൻസിബയുടെ ഭാഗത്തുനിന്ന് തോന്നിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ, അൻസിബ ഡയറക്റ്റായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല. അൻസിബയോട് ഡയറക്റ്റായിട്ട് ആരും ഇത് പറഞ്ഞിട്ടില്ല. നീനാക്കുറുപ്പ് ആരുടെ അടുത്തോ ടിനി ടോം പറയുന്നത് കേട്ടിട്ട് നീനാക്കുറുപ്പ് അത് കേട്ടിട്ട് വന്ന് അൻസിബയോട് പറഞ്ഞ്, അൻസിബ അത് കേട്ടിട്ട് പോയി ശ്വേതയോട് പറഞ്ഞ്, ശ്വേത അത് കേട്ടിട്ട് മിണ്ടാതിരുന്ന്. അപ്പോൾ അൻസിബയ്ക്ക് അറിയില്ല പറഞ്ഞു എന്നുള്ളത്. ഇതിനകത്ത് നീനാക്കുറുപ്പ് കള്ളം പറഞ്ഞാണെങ്കിൽ ഫുള്ള് തൂങ്ങി. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി അപ്പുറത്തെ സൈഡിൽ പോവുകയാണെങ്കിൽ ടിനി ടോമിൻ്റെ പ്രശ്നം, ടിനി ടോം ചില കാര്യങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാമെന്നൊക്കെ പറയുന്നു, സംഘടനയ്ക്കകത്ത് തീർക്കണോ അത് ഇത് ഒലക്കട മൂടെന്നൊക്കെ പറയുമ്പോഴത്തേനും നിങ്ങൾ അത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ചർച്ച നടന്നില്ലെന്ന് പറയുമ്പോൾ അത് സംഘടനയുടെ തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങ് പിരിച്ചുവിട്, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പന കാര്യങ്ങൾ അപ്പന നോക്കിയാൽ മതി. ഇതേപോലത്തെ ഓരോ സംഘടനകൾ ഏർന്ന് ഇതാക്കുമ്പോഴാണ് ഇത്രയും വള്ളിക്കെട്ടിനകത്ത് ഉണ്ടാകുന്നത്. ഈ അമ്മ സംഘടനയ്ക്ക് ഒരു 10 പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു 1500 നെഗറ്റീവാണ് അതിനകത്ത്. ഒരു സ്ത്രീ അതിനകത്ത് ചേർന്നാൽ തന്നെ അവരിപ്പോൾ പേടിക്കണം, ഇതിനകത്ത് അവിഹിത കഥകൾ വരുമോ, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണോ. ഇത് ശരിക്കും ആക്ടർമാരുടെ സംഘടന തന്നെ. കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി മറ്റു വരെ.